രാവിലെ അമ്മാവൻ ഗ്രാമക്കാരെ കൂട്ടി വെളുത്ത വീട്ടിലേക്ക് പോയി. അകത്ത് കയറിയപ്പോൾ പഴയ പൊടിയും ചാണകത്തിന്റെ മണം മാത്രം. ആരുമില്ല. വിളക്ക് പോലുമില്ല. ഇന്നലെ വിളക്ക് കത്തിയിരുന്നു, അമ്മാവൻ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഗ്രാമത്തിലെ മൂപ്പൻ പറഞ്ഞു, ഈ വീട് ആരുടേതാണെന്ന് നിനക്കറിയാമോ? 1998-ൽ ഇവിടെ താമസിച്ചിരുന്ന പെൺകുട്ടി മാധവി. അവൾ ഒരു ദിവസം അപ്രത്യക്ഷയായി. അവളുടെ അച്ഛൻ പറഞ്ഞത് വീട് വിട്ടുപോയി എന്ന്. പക്ഷെ നാട്ടുകാർ വിശ്വസിച്ചില്ല. അമ്മാവന്റെ കണ്ണുകൾ താഴേക്ക് വീണു. അവൻ മിണ്ടാതെ നിന്നു. അന്നത്തെ രാത്രി അമ്മാവൻ ഉറങ്ങാനായില്ല. അർദ്ധരാത്രിയിൽ അവന്റെ മുറിയിലെ വിളക്ക് സ്വയം കത്തിവന്നു. ചുമരിൽ ഒരു നിഴൽ. നിഴലിന് നീളമുള്ള മുടി. ഇപ്പോൾ നീ മാത്രം ബാക്കി, നിഴൽ പറഞ്ഞു. അമ്മാവൻ നിലത്തു വീണു. അവന്റെ വായിൽ നിന്ന് രക്തം. കണ്ണുകൾ തുറന്ന നിലയിൽ. രാവിലെ ഗ്രാമക്കാർ അമ്മാവനെ മരിച്ച നിലയിൽ കണ്ടു. പോലീസ് വന്നു. കേസ് ഹൃദയാഘാതം എന്നെഴുതി അടച്ചു. പക്ഷേ രാത്രി വെളുത്ത വീട്ടിലെ വിളക്ക് വീണ്ടും കത്തി. ഇപ്പോൾ 2 നിഴലുകൾ. ഒന്ന് മാധവി, മറ്റൊന്ന് അജു. ഗ്രാമത്തിലെ കുട്ടികൾ പറഞ്ഞു, രാത്രി അവിടെ നിന്നാൽ 2 പേരും ചേർന്ന് വിളിക്കും. ആരെങ്കിലും കേട്ടാൽ അടുത്തത് അവന്റെ ഹേർട്ടാണ്. അതിനുശേഷം ആ വഴി ആരും നടക്കാറില്ല. പക്ഷെ ഇന്നലെ രാത്രി വീണ്ടും ഒരു വിളക്ക് കൂടി കത്തി. 3 നിഴലുകൾ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. മാധവിയുടെ കഥയറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മാധവി എന്ന കമന്റ് ചെയ്യാനും മറക്കരുത്.